Welcome. Are you ready to learn the essay, The Education of a British Protected Child, written by Chinue Achebe and prescribed for the third semester BA English students of Calicut University under the paper Appreciating Prose? എങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. As you know, this is a very lengthy essay which runs into 13 pages and Achebe speaks about a lot of things. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അവസാന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ അവസാന ആഴ്ചകളിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 11 ഞാൻ ഈ ക്ലാസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. സോ ഇഫ് യു സ്റ്റഡി ദിസ് വീഡിയോ വെരി വെൽ, ഐ പ്രോമിസ് യു വൺ തിങ്, യു വിൽ ഏബിൾ ടു ആൻസർ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഫ്രം ദിസ് എസ്സേ. അപ്പോൾ ഐ യു റെഡി? But I request you, you must have the patience to stay till the end and learn it from me. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ഫോർ ബീങ് ഹിയർ വിത്ത് മീ ആൻഡ് ലേണിംഗ് ഫ്രം മീ. ആൻഡ് ഇഫ് യു ഡോണ്ട് നോ മീ ഫോർ ദ ഫസ്റ്റ് ടൈം, എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഐ എം പ്രദീപ് ഹരിഹരൻ. ഐ എം എൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് and I help students to get very good marks in their English exams and also to clear IELTS. So let's start the class. അപ്പോൾ ആദ്യം ഞാൻ ചിനുവെ അച്ചീബേനെ പറ്റി ഒരു 3 വരി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഹി ഈസ് എ നൈജീരിയൻ നോവലിസ്റ്റ്, പോയറ്റ് ആൻഡ് ക്രിട്ടിക്, ബോൺ ഇൻ 1930 and died in 2013. He is best known for his work Things Fall Apart. It's a seminal work on African literature. And ചിനുവെ അച്ചീബെ അറിയപ്പെടുന്നത്, he is an advocate for African culture and identity in the face of colonial influence. അതായത് കൊളോണിയൽ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആഫ്രിക്കയ്ക്ക് നഷ്ടപ്പെട്ട അവരുടെ ഒരു ഐഡൻറ്റിറ്റി, അത് പറയാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഉപയോഗിച്ചത്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ കൾച്ചറായിട്ടുള്ള ഇഗ്ബോ കൾച്ചർ. ഇനി ഈ എസ്സേ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഇത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ എഡ്യൂക്കേഷൻ ഓഫ് എ ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് ചൈൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു ഐറണി ഉണ്ട്. അതായത് ബ്രിട്ടീഷുകാർ പ്രൊട്ടക്ട് ചെയ്ത ഒരു ചൈൽഡിൻ്റെ വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. അപ്പോൾ ആരെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. എനിവേ, ഇദ്ദേഹം എന്താ പറയുക, കൊളോണിയൽ നൈജീരിയ, അതായത് 1960 നൈജീരിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ സമയത്ത്, അതിനു മുമ്പ് അദ്ദേഹം നേരിട്ട അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം സത്യത്തിൽ വേദനാജനകമാണെങ്കിലും വളരെ ഫണ്ണി ആയിട്ടാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇത് എസ്സേ എടുത്തിട്ടുള്ളത് അതേ പേരിലുള്ള ബുക്കിൽ തന്നെയാണ്, ദി എഡ്യൂക്കേഷൻ ഓഫ് എ ബ്രിട്ടീഷ് പ്രൊട്ടക്ഷൻ ചൈൽഡ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില പേഴ്സണൽ ആൻഡ് പൊളിറ്റിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇദ്ദേഹം തുടക്കം തന്നെ ഒരു തമാശ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഹി സേസ്, ഐ എം നോട്ട് എ സ്കോളർ, ഐ എം എ നോവലിസ്റ്റ്. അതിന് കാരണം നിങ്ങൾ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബിക്കോസ് വെൻ ഹി അപ്ലൈഡ് ഫോർ ബിക്കം എ സ്കോളർ in Trinity College, Cambridge, it was turned down. That happened in 1954. Appo he says that I had to stay back at home and I got a lot of time. So I got the time to become a novelist. അതുകൊണ്ട് ഞാൻ കുറേ വായിച്ചു നോവലിസ്റ്റായി. മറിച്ച് അന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു സ്കോളറായി നിങ്ങളുടെ മുന്നിൽ വളരെ സ്കോളർലി ആർട്ടിക്കിൾ പറഞ്ഞേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു തമാശ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ആ ടൈറ്റിൽ എങ്ങനെ കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നു. അതായത് 1957 ആഫ്റ്റർ 3 years ഹി അപ്ലൈഡ് ഫോർ ദ കേംബ്രിഡ്ജ്. ഹി ഹാഡ് ടു ഗോ ഔട്ട് ഓഫ് നൈജീരിയ ടു ഡു എ കോഴ്സ്. അദ്ദേഹം ബ്രിട്ടനിലേക്ക് വരുമ്പോൾ ഹി ഹാഡ് ടു അപ്ലൈ ഫോർ എ പാസ്പോർട്ട്. വെൻ ഹി അപ്ലൈഡ് ഫോർ ദ പാസ്പോർട്ട്, ഫോർ ദ ഫസ്റ്റ് ടൈം ഹി സോ ദ ടൈറ്റിൽ റിട്ടേൺ ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് ചൈൽഡ്. അതിന് കാര്യം, നൈജീരിയയിൽ അന്ന് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ആയിട്ടുള്ള എല്ലാ ആളുകളും ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് സിറ്റിസൺസും അല്ലാത്തവരെ സാധാരണ എന്താ പറയുക കൊളോണിയൽ സബ്ജക്ട്സുമായിട്ടാണ്. അവർക്ക് ബ്രിട്ടീഷ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ തന്നെ ആ ഒരു എന്താ പറയുക, നമുക്ക് ഈ പോലീസ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ അവർ കളിയാക്കാണ് ചെയ്യുന്നത്. കാരണം ഒരു കൊളോണിയൽ മാസ്റ്റേഴ്സിന് ഒരു കൊളോണിയൽ സബ്ജക്ട്സിനെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് കളിയാക്കാണ് ചെയ്യുന്നത്. ദെൻ അദ്ദേഹം പറയുന്നത്, സാധാരണ എല്ലാവരും പോസ്റ്റ് കൊളോണിയലിസത്തിനെ പറ്റി പറയുമ്പോൾ അതിനെ ശക്തമായി വിമർശിക്കാറാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. അതിന് കാരണം, ഐ വോണ്ട് ടു ടേക്ക് എ മിഡിൽ ഗ്രൗണ്ട്. മിഡിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഫെനാറ്റിക്കും അല്ല, അതേസമയം ഞാൻ കവേർഡുമല്ല എന്നാണ് പറയുന്നത്. അതായത് 3 തരം ആളുകളാണുള്ളത്. ഒന്നുകിൽ ഭയങ്കര തീവ്ര, അതിന് നമ്മൾ ഫെനാറ്റിക് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പാസീവായിരിക്കുന്ന കവേർഡ്സ്, ഒന്നും പറയില്ല. മീഡിയൽ ഗ്രൗണ്ടിൽ നിൽക്കുന്നവർ, അവരാണ് രണ്ടും ഭാഗവും പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഐ വോണ്ട് ടു സ്പീക്ക് അബൌട്ട് ദ പോസിറ്റീവ് തിങ്സ് അബൌട്ട് കൊളോണിയലിസം ആൻഡ് അറ്റ് ദ സെയിം ടൈം I want to speak about the negative things about the colonialism. Also, I want to speak about some of the positive things about colonialism എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ കൾച്ചർ, അതായത് ഇഗ്ബോ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിലെ എല്ലാ കാര്യവും ഒരു
എന്താ പറയുക, മിതവാദം, അതായത് ഒന്നും തീവ്രം അല്ല മിതവുമല്ല, ഇടയിൽ നിൽക്കുന്ന മിഡിൽ ഗ്രൗണ്ട് എടുക്കുന്നവരാണ്. ഐ എം നോട്ട് എ ഫെനറ്റിക്, ഐ എം നോട്ട് എ കവേർഡ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഐ ലേൺ ഫ്രം മൈ കൾച്ചർ, ദോ ഐ എം എ ക്രിസ്ത്യൻ കൺവേർട്ട്, ഐ ഫോളോ മൈ കൾച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. വെദർ ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഓർ നോട്ട്, മൈ കൾച്ചർ ഇറ്റ് സ്റ്റിൽ റിമെയിൻസ് വിത്ത് മീ. അതിനുശേഷം അദ്ദേഹം സ്വന്തം കൾച്ചറിനെ പറ്റി പ്രൗഡായിട്ടാണ് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ഹി സെയ്സ് ദാറ്റ് വി ഹാവ് or we had a richer and harmonious culture before colonial influence. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത് ഭയങ്കര നല്ല സംസ്കാരമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഫോർ എക്സാമ്പിൾ, ഇഫ് ടു പീപ്പിൾ ആർ ഫൈറ്റിംഗ്, വി വിൽ ട്രൈ ടു സ്റ്റോപ്പ് ദെയർ ഫൈറ്റ് ആൻഡ് ബ്രിങ് എ ഹാർമണി ബിറ്റ്വീൻ ദം വിതൗട്ട് ജഡ്ജിങ് ഹൂ ഇസ് റൈറ്റ് ഹൂ ഇസ് റോങ്. അതായത് നമ്മളൊരാളെ റൈറ്റ് എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യുമ്പോൾ റോങ് എന്ന് പറയുന്ന ജഡ്ജ് ചെയ്യുന്ന ആൾക്ക് അവിടെ സംസാരിക്കാനുള്ള അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പോൾ ഞങ്ങളുടെ സംസ്കാരത്തിൽ അത് ഭാര്യ ഭർത്താവ് ആരും ആവട്ടെ, ഇഫ് ടു പീപ്പിൾ ആർ ഫൈറ്റിംഗ്, വി ഫസ്റ്റ് ട്രൈ ടു ഫൈൻഡ് എ ഹാർമണി. അതിനുശേഷമാണ് ഞങ്ങൾ എന്താ പറയുക അവരുടെ കാര്യത്തിൽ ഇടപെടുള്ളൂ. അപ്പോൾ വി പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ ക്രൂവൽറ്റി, വി ബിലീവ് ഇൻ ഹാർമണി, ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് നേച്ചർ. ഇനി അദ്ദേഹം പറയുന്നത് സ്ലോ ഗ്രോത്ത് ഓഫ് ക്രിസ്ത്യാനിറ്റി. അതായത് പൊതുവേ ചിനുവെ അച്ചീബയുടെ തിങ്സ് ഫോൾ അപ്പാർട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ആഫ്രിക്കയിൽ എസ്പെഷ്യലി നൈജീരിയയിൽ ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് പെട്ടെന്ന് സ്പ്രെഡായോ എന്ന് അദ്ദേഹം ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു നോവൽ എഴുതുമ്പോൾ നമുക്ക് പലപ്പോഴും വളരെ കംപ്രസ്ഡ് ആയിട്ടാണ് എഴുതേണ്ടത് ഒരു പീരീഡ്സിനെ. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. അതിന് അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ക്രിസ്ത്യൻ മിഷണറീസ് നൈജീരിയയിൽ വരുന്നത് 1857 അന്ന് അവർ അന്ന് അവർ ഒനീഷ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറങ്ങിയത്. അവിടെ നിന്നും അദ്ദേഹം താമസിക്കുന്ന സിറ്റി ആയിട്ടുള്ള ഒഡീഗിയിലേക്ക് എത്താൻ 35 വർഷമെടുത്തു. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വെറും 7 മൈൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 5 വർഷം കൊണ്ടാണ് ഓരോ മൈൽസ് അവർ ഗെയിൻ ചെയ്തു തന്നത്. ദാറ്റ് ഈസ് ദ ഗ്രോത്ത് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ നൈജീരിയ വാസ് റിയലി സ്ലോ. ഇറ്റ് വാസ് നോട്ട് ദ വേ പീപ്പിൾ തിങ്ക് അതർവൈസ് എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു കേർട്സിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്തിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ മെൻഷനിങ് കേർട്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ജോസഫ് കോൺറാഡ് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ MA ഒക്കെ ചെയ്യുമ്പോൾ അത് പഠിച്ചിരിക്കും. ഷുവറായിട്ട് അത് പഠിക്കാതെ നമുക്ക് ഒരു വിക്ടോറിയൻ കാലഘട്ടം പഠിക്കാൻ പറ്റില്ല. അതിൽ കോൺറാഡ് മെൻഷൻ ചെയ്യുന്ന ഏറ്റവും ക്രൂവലായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഓഫീസറാണ് കേർട്സ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിലേക്ക് പോയി, പിന്നെ തിരിച്ചു വന്നില്ല. ഇയാൾ അവിടെ പോയി അവിടുത്തെ ഒരു ഡെമി ഗോഡായി അവിടുത്തെ എന്താ പറയുക സാധാരണക്കാരെയൊക്കെ ഭരിച്ച്, അതായത് കൊളോണിയൽ സബ്ജക്ട്സിനേക്കാളും ഭീകരനായിട്ടാണ് അയാൾ ജീവിക്കുന്നത്. അപ്പോൾ അതേപോലത്തെ കുറേ ആളുകൾ ആഫ്രിക്കയിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എസ്പെഷ്യലി കിങ് ലെപ്പോൾ എന്ന് പറയുന്ന ദ സെക്കൻഡ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് കൂടുതൽ ആഫ്രിക്കൻസിനെ കൊന്നിട്ടുള്ളത് ദാൻ ദ റിയൽ ബ്രിട്ടീഷ് പീപ്പിൾ. അപ്പോൾ കേർട്സ് എന്ന് പറയുന്നത് ആരാണ്? ഹി കംസ് ഇൻ ദ നോവൽ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് റിട്ടൺ ബൈ ജോസഫ് കോൺറാഡ്. ഹി സിംബലൈസസ് മോറൽ ഡീഗ്രഡേഷൻ ആൻഡ് റിസൾട്ട് ഫ്രം അൺചെക്ഡ് പവർ. അതായത് പലപ്പോഴും ഈ കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ ഓഫീസേഴ്സ് പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ദ റിയൽ കൊളോണിയൽ പവർ ലൂസസ് പവർ ഓവർ ദം. ഓക്കെ, ഇത് ഈ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഈ കൊളോണിയലിസം കൊണ്ട് കോളനിവൽക്കരിക്കപ്പെടുന്നവർക്ക് മാത്രമല്ല അങ്ങോട്ട് വരുന്ന ഓഫീസേഴ്സിനും നെഗറ്റീവ് ഇതുണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത്, കുറച്ച് വേഗത്തിൽ പോകുന്നുണ്ട് തോന്നുന്നു, അദ്ദേഹം പറയുന്നത് ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത അദ്ദേഹത്തിൻ്റെ ഭാഷയും സ്ഥലവും എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ നൈജീരിയയ്ക്ക് വന്നപ്പോൾ നൈജീരിയൻ പീപ്പിളിൻ്റെ ഭാഷയും അവരുടെ ലാൻഡും പോയി. അതേസമയം വന്ന ബ്രിട്ടീഷുകാർക്കും അവരുടെ നാട് നഷ്ടപ്പെട്ടു. ബിക്കോസ് ദേ കുഡ് നോട്ട് ഗോ ബാക്ക്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം അവിടെ താമസിക്കണമല്ലോ, അവർക്കും ഇവരുടെ സംസ്കാരമായിട്ട് ഇടപഴകേണ്ടി വന്നു. അപ്പോൾ ഇറ്റ് വാസ് എ സ്ട്രെസ്ഫുൾ തിങ് നോട്ട് ഓൺലി ഫോർ അസ് ബട്ട് ഫോർ ദ പീപ്പിൾ ഹു കോളനൈസ്ഡ് അസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് തൻ്റെ അമ്മയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടാണ്. ഇത് ഒരു പാരഗ്രാഫായിട്ട് ചോദിക്കാറുണ്ട്. അതായത് അവരുടെ അമ്മയാണ് അവരുടെ കുടുംബത്തിലെ ആദ്യത്തെ ഒരു എന്താ പറയുക ലേഡി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീ. അപ്പോൾ ഹി സെയ്സ് ദാറ്റ് വെൻ ദ ഫസ്റ്റ് സ്കൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഹർ വില്ലേജ് സെയിൻറ്റ് മോണിക്ക, ഷി വാസ് റീസെൻ്റ്ലി കൺവേർട്ട് ക്രിസ്ത്യൻ, ഷി ഗോട്ട് അഡ്മിഷൻ. And moreover, she was granted a special favor to stay with Principal Miss Edith Ashley and a small band of English teachers. അപ്പോൾ എന്തിനാണ്? in exchange of the domestic chorus.
അതായത് അച്ചീബെ സത്യം പറഞ്ഞാൽ കളിയാക്കാണ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരെ. അതായത് പ്രിൻസിപ്പലിൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി. അവിടെയുള്ള ഇംഗ്ലീഷിനും എന്തിന് വീട്ടുപണി ചെയ്യുന്നതിന് വേണ്ടി, അതായത് വീട്ടു ജോലിക്കാരിയായിട്ടാണ് സ്വന്തം അമ്മേനെ എടുത്തത്. അതിൻ്റെ കൂടെ അവർ കുറച്ച് ഇംഗ്ലീഷും പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. പക്ഷേ അത് കളിയാക്കി ചിനുവെ അച്ചീബെ പറയുന്നത്, എൻ്റെ അമ്മ അന്ന് എന്താ പറയുക, ആദ്യത്തെ ആഫ്രിക്കൻ വുമണാണ് ഞങ്ങളതിൽ പ്രിൻസിപ്പലിൻ്റെ കൂടെ നിന്ന് പഠിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ എല്ലാം ഒരുപാട് ഐറണീസ് ഉണ്ട്. ഒരു പക്ഷേ ഇതൊരു റിയൽ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു 6-7 മണിക്കൂറൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമായിരുന്നു. പക്ഷേ ഓൺലൈനിൽ നമുക്ക് അതിനുള്ള സ്കോപ്പില്ല. അപ്പോൾ ഇതിലൊരു സംഭവം അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഈ പ്രിൻസിപ്പൽ മാഡം മിസ് എഡിത്ത് ആഷ്ലി അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചോളൂ, എന്നിട്ട് അത് കൃത്യമായിട്ട് കഴുകി വെച്ചാൽ മതിയെന്ന്. അതൊരു വലിയ പ്രിവിലേജാണ്. ആസ് ഒരു ആഫ്രിക്കൻ വുമൺ എന്ന നിലയിൽ, നീഗ്രോ എന്നുള്ള വാക്കൊരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ആഫ്രിക്കൻ വുമൺ എന്ന നിലയിൽ അവരുടെ അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, സന്തോഷമായിട്ട് അവരുടെ അമ്മ താങ്ക്സ് പറഞ്ഞു. പക്ഷേ ഒരു താങ്ക്സ് പറഞ്ഞത് അവരുടെ ഭാഷയിലായിപ്പോയി. അപ്പോൾ സന്തോഷം കൊണ്ട് അവരൊന്ന് ചിരിച്ചു. ചിരിച്ചപ്പോൾ ഈ പ്രിൻസിപ്പളിന് ഇഷ്ടപ്പെട്ടില്ല. അവർ അപ്പം തന്നെ ഒരു ചൂരിലെടുത്ത് നല്ല അട്ടി വെച്ച് കൊടുത്തു. കാരണം അവർക്ക് തോന്നി അവരെ കളിയാക്കണമെന്ന് തോന്നി. അതൊരു ഭാഷയുടെ പ്രശ്നം കൊണ്ടാണ്. പക്ഷേ ഈ ഒരു സംഭവം അവൻ്റെ അമ്മ പലപ്പോഴായിട്ട് പറയുമ്പോഴും അവർ ചിരിക്കാറുണ്ട് എന്ന് ചിനുവെ അച്ചീബെ പറയുന്നത്. കാരണം വെച്ചാൽ അവർ താങ്ക്സ് പറയുന്നത് ഒരു സന്തോഷം കൊണ്ട്. പക്ഷേ ബ്രിട്ടീഷ് പേര് താങ്ക്സ് പറയുന്നത് വളരെ സോംബറായിട്ടാണ്. ബട്ട് ഇവരുടെ കൾച്ചറിൽ ഹാപ്പി ആയിട്ടാണ്. താങ്ക് യു എന്നാണ്. ഇപ്പോൾ നമ്മൾ തന്നെ സർ താങ്ക് യു എന്ന് പറയും. പക്ഷേ ബ്രിട്ടീഷുകാരോട് 3 താങ്ക് യു പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അത് കളിയാക്കുന്ന പോലെയാണ്. അപ്പോൾ അതൊരു കൾച്ചറൽ ഡിഫറൻസ് ആണ്. അങ്ങനെ എന്താ പറയുക, അവൻ്റെ അമ്മയ്ക്ക് നല്ല അടി കിട്ടിയൊരു കാര്യം അദ്ദേഹം പറയുന്നത്. ഇനി അതിനുശേഷം ചിനുവെ അച്ചീബെ സ്വന്തം വിദ്യാഭ്യാസമാണ് ട്രാക്ക് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഫ്രം വില്ലേജ് സ്കൂൾ ടു യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ പറയുന്നത്. അപ്പോൾ ചിനുവെ അച്ചീബെ സ്കൂളിലെത്തുമ്പോഴേക്കും അമ്മേനെ പഠിപ്പിച്ചത് റിയൽ നേറ്റീവ് ഇംഗ്ലീഷ് പീപ്പിൾ ആണെങ്കിൽ അവർക്ക് പകരം ഇപ്പോൾ അവരുടെ ആഫ്രിക്കൻ ടീച്ചേഴ്സ് തന്നെയായി. പക്ഷേ ചൂരൽ സമ്പ്രദായം അവിടെ ശക്തമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ 2 സെക്യുലർ ഫെസ്റ്റിവൽസ് ഇതിലുള്ളതിനെ പറ്റി ചിനുവെ അച്ചീബെ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നു, 2 തരം ആളുകളാണെന്നുണ്ടായിരുന്നു. ഒന്ന് ക്രിസ്ത്യൻ കൺവേർട്സ് ആയിട്ടുള്ള ഇവരും, പിന്നെ അല്ലാത്ത ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാത്ത ഒറിജിനൽ ഇഗ്ബോ കമ്മ്യൂണിറ്റി പീപ്പിളും. പക്ഷേ എല്ലാവർക്കും 2 ദിവസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒന്ന് മെയ് 24-ഉം 2 ജൂലൈ 27-ഉം. അതിന് പ്രത്യേകിച്ച് കാര്യം മെയ് 24 എന്ന് പറയുന്നത് ക്വീൻ വിക്ടോറിയയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര പരേഡുകളും എന്താ പറയുക മത്സരങ്ങളുണ്ടാവും. ഈവൻ ഫോർ എക്സാമ്പിൾ ചിനുവെ അച്ചീബെ പറയുന്നു, അവരുടെ സ്കൂളിലെ കരുത്തന്മാരും ഒരു വെള്ളക്കാരുടെ കുട്ടികൾ തമ്മിൽ നടത്തിയ മത്സരത്തിൽ ടഗ് ഓഫ് വാർ വടംവലിയിൽ അവരുടെ സ്കൂളിലെ പിള്ളേർ തോറ്റുപോയിരുന്നു. പിന്നെയാണ് അച്ചീബെക്ക് ഒരു റൂമർ കേട്ടത്, അതായത് വെള്ളക്കാർ തോൽക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ഈ പിള്ളേരോട് പ്രിൻസിപ്പൽ പറഞ്ഞ് തോൽപ്പിച്ചതാണ് എന്നും ചിനുവെ അച്ചീബെ പറയുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് വൺ പിന്നെ അദ്ദേഹം പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനെ കണ്ടുപിട്ടിയ കാര്യം പറയുന്നുണ്ട്. കുറച്ച് വളർന്നു വലുതായപ്പോൾ അദ്ദേഹം ഒനിച്ച എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, കുറച്ച് അകലെയാണ്, നടന്നുപോയി. അവിടെ വെച്ച് ഡോക്ടർ JM സ്റ്റുവർട്ട് യങ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനെ കണ്ടു. അദ്ദേഹം ആണ് ആദ്യമായിട്ടൊരു വൈറ്റ് മാൻ ഹി സോ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ കൊളോണിയൽ സിസ്റ്റം. അപ്പോൾ ഹി ഹെൽപ്ഡ് ആഫ്രിക്കൻസ് ഇൻ ദ ട്രേഡ്. അപ്പോൾ ഹു ആർ ദ 2 ഇംഗ്ലീഷ് പേഴ്സൺസ് ഹു ഹെൽപ്ഡ് ആഫ്രിക്കൻസ് എന്ന് ചോദിച്ചാൽ അതിലൊരാൾ സ്റ്റുവർട്ട് യങ് ആണെന്ന് പറയണം. അദ്ദേഹത്തെ അച്ചീബെ കണ്ടുമുട്ടുന്നത് ഒനിച്ച എന്ന് പറയുന്ന സ്ഥലത്താണെന്നും പറയണം. ഹി വാസ് ഹെൽപ്പിംഗ് ആഫ്രിക്കൻസ് വിത്ത് ദ ട്രേഡ് ഇൻ കൊമേഴ്സ് എന്നും പറയണം. ഓക്കെ, ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ജൂലൈ 27 ജൂലൈ 27 1857 മിഷണറീസ് ആദ്യമായിട്ട് വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് സ്കൂൾ പിള്ളേർക്കെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള യാം തിന്നാൻ കിട്ടും. യാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേനയോ എന്താണ് തിന്നാൻ കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ ചിനുവെ അച്ചീബെ പറയുന്ന ഈ 2 ഉത്സവങ്ങൾ മറക്കാൻ പറ്റില്ല. ഒന്ന് ക്വീൻ വിക്ടോറിയയുടെ പിറന്നാളായിട്ടുള്ള മെയ് 24, കാരണം അന്ന് കുറേ എന്താ പറയുക സെലിബ്രേഷൻസ് ഉണ്ടാവും. 2 ജൂലൈ 27 മിഷണറീസ് വന്നതിൻ്റെ ആനിവേഴ്സറിയും. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് നല്ല ഭക്ഷണം വയർ നിറച്ച് തിന്നാൻ കിട്ടുമെന്ന് പറയുന്നു. ഇനി അദ്ദേഹം പറയുന്നത് 2 ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തെ പറ്റി പറയുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ട് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സംഭവം മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ടെക്സ്റ്റ് ബുക്ക് ആക്ട് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് 1944 കൊളോണിയൽ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ വില്യം സിംസൺ എന്ന് പറയുന്ന ഒരു പുതിയ പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ കോളേജിൽ അപ്പോയിൻറ്റഡ് ആയിട്ട് വരികയാണ്. അദ്ദേഹം പഠിച്ചിരുന്ന കോളേജ് ഓഫ് ഉംവാഷിയ എന്നാണ്. ഇത് ഇതിൽ ഐ വിൽ പുട്ട് ഇറ്റ് ഇൻ. അപ്പോൾ ഈ വില്യം സിംസൺ എന്ന് പറയുന്ന വ്യക്തി വളരെ പ്രോഗ്രസീവായിട്ട് തിങ്കിങ് ആയിട്ടുള്ള പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നൊരു നിയമമാണ് ടെക്സ്റ്റ് ബുക്ക് ആക്ട് എന്ന് പറയുന്നത്. അതായത് ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് അവേഴ്സിന് ശേഷം
ടെക്സ്റ്റ് ബുക്ക് ആരും എടുക്കാൻ പാടില്ല. യു ആർ നോട്ട് സപ്പോസ് ടു റീഡ് യുവർ ആക്കഡമിക് വർക്ക്സ്. ഇൻസ്റ്റെഡ് ഹി പ്രൊമോട്ടഡ് സ്റ്റുഡൻസ് റീഡിങ് നോവൽസ് ആൻഡ് അതർ മാഗസീൻസ്. അപ്പോൾ ചിനുവച്ചി പറയുന്നു, അതേസമയം ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികൾ വായിച്ചിരുന്ന അതേ ബുക്കുകൾ ആഫ്രിക്കയിലെ നൈജീരിയയിലെ ഞങ്ങൾക്ക് വില്യം സിംസൺ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എത്തിച്ചു തന്നു. അദ്ദേഹം അന്ന് തന്ന ഇംപീറ്റസ് ആണ് പിന്നീട് ആഫ്രിക്കൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വളരാൻ സഹായമായത്. വിത്തൗട്ട് നോയിങ് വില്യം സിംസൺ വാസ് പേയിങ് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നു. പിന്നെ അപ്പോൾ ഈ രണ്ട് പേര് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് പറയേണ്ടത് പേരുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ഈ രണ്ട് പേരുകളാണ്, ജെയം സ്റ്റുവർട്ട് യങ്ങും സെക്കൻഡ് വില്യം സിംസണുമാണ്. അപ്പോൾ ഇത്രയ്ക്കും കാര്യങ്ങളാണ് ഏറ്റവും ചുരുങ്ങിയ ഇതിൽ എന്താ പറയുക ചിനുവ അച്ഛബെ പറയുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ടു യു. Watch it multiple times. You'll remember it and do your exam well. I'll see you in another video. Until then, please don't forget to like and subscribe. It's your teacher Pradeep Hariharan signing off.